ഹലോ, എല്ലാവർക്കും ആലീസിൻ്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾക്ക് 4 മണിക്കൊക്കെ ചായ കുടിക്കുമ്പം അല്ലെങ്കിൽ കാപ്പി കുടിക്കുമ്പം ഒരു സ്നാക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കില്ലേ? നമുക്ക് പുറക്കപ്പുറത്തൊരു ഗസ്റ്റ് വന്നാൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കുന്നതിലും നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേങ്കിൽ ഞാൻ അറിയാത്തവർക്കായിട്ട് പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസിൽ കുറേയൊക്കെ ബാംഗ്ലൂരായാലും ഇപ്പം ദുബൈയിലായാലും ജോലിക്ക് വരുന്ന അല്ലെ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ അവർ യൂട്യൂബിനെ ആശ്രയിച്ചൊക്കെയാണല്ലോ അവരുടെ പാചകങ്ങൾ. ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള പിള്ളേരൊക്കെ പുറത്തൊക്കെ ജീവിക്കുന്നവർ പോലും ആൻറ്റി ഇന്ന വീഡിയോ ഇടാവോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും അറിയാത്തവർക്കും എല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസും അങ്ങനെയും കൂടെ കണക്കാക്കിയാണ് ഞാൻ ഇടുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള നല്ല ഒരു അച്ചപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരും. ഈ അച്ചപ്പത്തിന് ആവശ്യമായിട്ട് ദാ ഈ കപ്പിനകത്ത് ഞാൻ ഒരു 1.25 കപ്പ് അരി അളന്ന് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വാരി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ആ കപ്പിന് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. തികയാതെ വന്നാൽ വേറെയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കറുത്ത എള്ളാണിത്. കറുത്ത എള്ള് ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം ഞാൻ ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ഈ അരി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട്, എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇതിലിട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മൾ അരയ്ക്കേണ്ടത്. നമുക്ക് അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കുവാണ്. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് അരച്ച് പോരാത്തത് ഒഴിച്ചു കൊടുക്കാം. കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാകും. അരച്ചെടുക്കാം. അരി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഒന്നിച്ച് ഈ ജാറിൽ അരയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. ആദ്യത്തെ ഘട്ടം അരച്ചു കഴിഞ്ഞു. ഇനി 2ാം ഘട്ടം ബാക്കിയുള്ള അരിയും കൂടി ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ള് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. കൂടിപ്പോകരുത്. ഒരു ശകലത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര 1, 2, 3, 4, 5. ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഈ ടേബിൾ സ്പൂണിന് 5 സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എടുത്തു വെച്ചിരുന്ന മുട്ട ഇതിലോട്ട് ഉടച്ചൊഴിച്ചു കൊടുക്കാം. 2 മുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. 2ാം ഘട്ടവും അരച്ചു കഴിഞ്ഞു. ഇതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതായത് നമ്മുടെ തവിയുടെ പുറത്ത് മാവ് പറ്റിയിരിക്കുന്ന ഒരു പരുവം കണ്ടോ, ഇങ്ങനെ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ളിട്ട് കൊടുക്കാം. എള്ളിട്ട് കൊടുത്തു. ഇനി ജീരകം ഇട്ട് കൊടുക്കാം.
ഈ പ്രോസസ്സ് വേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ചിലവർക്ക് കറുത്ത എള്ള് മാത്രം ഇടുന്നത് ഇഷ്ടം, ചിലവർക്ക് ജീരകം മാത്രം ഇഷ്ടം. ഏതാണോ അവനവന്, ഞങ്ങൾക്ക് ഈ ജീരകത്തിൻ്റെ ടേസ്റ്റും കൂടി ഇഷ്ടമായതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ മധുരമാണെങ്കിലും ആവശ്യത്തിന്, ഓരോരുത്തർക്കും മധുരം ഓരോ അളവിലാണല്ലോ, അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഈ കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ, തിക്ക തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു. ഇനി ഇത്ര മാത്രം ബാക്കിയുള്ളൂ, ഒരു ശക്കലത്തിനേ ഉള്ളൂ ബാക്കി. മാവ് നല്ല പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് നമ്മുടെ മാവ് ഒന്ന് ഇളക്കി നോക്കാം. അപ്പം ഒരു 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട് നമ്മളിത് റെഡിയാക്കി വെച്ചിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ. നോക്കാം, കണ്ടോ? ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അതിൽ എണ്ണ ഒഴിച്ച് അതിലോട്ട് നമുക്കൊരു 10 മിനിറ്റോളം നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് ഇട്ട് വെക്കണം. കാരണം ആ ചൂടായിട്ടുള്ള എണ്ണയിൽ ഒരു 10 മിനിറ്റ് അവിടെ കിടക്കണം. നമുക്ക് അച്ചിൽ നിന്ന് നമ്മുടെ അച്ചപ്പം വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ആണല്ലോ, അതുകൊണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അച്ച് എണ്ണയിൽ മുക്കി വയ്ക്കാം. അതൊരു 10 മിനിറ്റോളം ചെറു തീയിൽ അവിടെ കിടന്ന് എണ്ണ പിടിക്കട്ടെ. ഇത് നോക്കൂ, അലുമിനിയം പോലെയുള്ള ഒരു തരം മെറ്റലിൻ്റെ അച്ചാണ്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ, ഓടിൻ്റെ, പിച്ചളയുടെ ഒക്കെ, ഓടിൻ്റെ കിട്ടുമെന്ന് എനിക്കറിയില്ല, പിച്ചളയുടെ, അതുപോലെ സ്റ്റീലിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് പക്ഷേ ഒരു അലുമിനിയം പോലുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് പയ്യൊന്ന് അച്ചപ്പം ഉണ്ടാക്കാൻ ആരംഭിക്കാം. അച്ച് മാവിലോട്ട് മുക്കി ഒരു 1/4 ഭാഗമേ നമ്മൾ അച്ച് ബാറ്ററിൽ മുക്കാവുള്ളൂ. ഇനി നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കുന്നു. അച്ചയെന്ന് വിട്ട് കിട്ടി, അതിങ്ങനെ കിടന്ന് മൂക്കട്ടെ. നമ്മൾ ചെറിയ ചട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപാടെണ്ണം നമുക്ക് ഇടാൻ പറ്റില്ല. ഒന്നിച്ചിടാനായിട്ടും അച്ചിടാനും എല്ലാം കൂടെ. ഇപ്പം ഞാൻ ഓരോന്നാണ് ഉണ്ടാക്കുന്നത്. അതൊന്ന് മൂത്ത് വരട്ടെ ഒരു വശം. മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഓൾറെഡി ഇത് മൂത്ത് കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇതൊരു വൈറ്റ് കലർന്ന കളറാണ്. നമുക്ക് ഇച്ചിരും കൂടെ ഒരു ഡാർക്ക് കളറ് വേണമെങ്കിൽ കുറച്ചും കൂടി തിരിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് ഓൾമോസ്റ്റ് മൂത്ത് കഴിഞ്ഞു. നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തത് അച്ച് ചൂടെണ്ണയിൽ കിടക്കുന്നു. അവിടുന്ന് എടുത്തു മാവിൽ മുക്കി വേഗം എണ്ണയിലോട്ടിട്ടു. 2 സെക്കൻഡ്. അതിനുശേഷം അച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. വീണ് കിട്ടി. ഞാൻ അവിടെ കിടന്ന് മൂക്കട്ടെ. ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു പാക്കറ്റ് അച്ചപ്പം 12 എണ്ണം ഒക്കെ വാങ്ങണമെങ്കിൽ ഭയങ്കര വിലയാണ് കടകളിൽ. നമ്മൾ ഇത്രയും ഒരു 1.25 കപ്പ് അരി കൊണ്ട് നമുക്ക് ബാക്കി ഞാൻ കാണിച്ച ഇത്രയും സാധനങ്ങളുടെ ചിലവേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ടുള്ള ചിലവാണ്. നമുക്ക് ഒരു കുട്ട നിറയെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഈ ഉണ്ടാക്കുന്ന അച്ചപ്പം നമുക്ക് 4 മണി സമയത്ത് ഓർക്കാപ്പുറത്ത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുകയൊക്കെ ആണെങ്കിൽ നമുക്ക് കാറ്റ് കയറാത്ത
പാത്രത്തിലിട്ട് അടച്ച് വെച്ചാൽ, ചെറിയ ബക്കറ്റുകളിലോ ഗ്ലാസ് ഭരണികളിലോ ഒക്കെ ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അല്ല പ്ലാസ്റ്റിക് ഭരണികളിലോ ഒക്കെ ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം, ഇനി കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് ഇടയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പം കൊടുക്കാനും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം നമുക്കിതുപോലെ ബാക്കി മാവ് കൊണ്ട് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതാ നമ്മൾ അച്ചപ്പം മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ഉണ്ടാക്കി വന്നപ്പം ഇത്രയും അച്ചപ്പം കിട്ടി. നമുക്ക് നിസ്സാര സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയപ്പോൾ ഒരു പാത്രം അച്ചപ്പം. ടേസ്റ്റ് ബേസും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കാൻ ധാരാളം ആൾക്കാർക്ക് അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഉടനെ ഇടാവുന്നതാണ്. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.